നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, ABC സ്ക്വയർ, NH പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അധ്യയന പുതുവർഷാരംഭ ദിനത്തിൽ വിദ്യാലയങ്ങൾ തോറും വൈവിധ്യമാർന്ന പരിപാടികളോടെ പ്രവേശനോത്സവ ചടങ്ങുകൾ. കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവത്തിന് വേദിയായത് ഉദനൂർ സെൻട്രൽ AUP സ്കൂൾ. പയ്യന്നൂർ ഉപജില്ലാതല പ്രവേശനോത്സവം കാങ്കോൽ ALPയിൽ. ഹക്കീം വധക്കേസ് അന്വേഷണം. പയ്യന്നൂരിൽ സംയുക്ത സമരസമിതിയുടെ അനിശ്ചിതകാല നിരാഹാര സമരം 18 നാൾ പിന്നിട്ടിട്ടും സർക്കാർ കുറ്റകരമായ നിസ്സംഗതയിൽ. വരും ദിനങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള ആലോചനയുമായി സമരസമിതി. CPIM വലിയപറമ്പ് സൌത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ കാൽനട പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ അനുദിനം പാപ്പരായിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യാപാരി വ്യവസായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുത്തലത്ത് ജയരാജൻ. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ പ്രിയദർശിനി മന്ദിരത്തിൽ DKDF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോലത്തുനാട്ടിൽ ഈ ആണ്ടിലെ കളിയാട്ടങ്ങൾ അരങ്ങൊഴിഞ്ഞു. വരവിളിയും വാചാലവുമായി ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞാടിയ ദേവതമാർ അണിയറയിലേക്ക് പിൻമടങ്ങി. ഇനി തുലാപ്പിറവി വരെ തെയ്യങ്ങൾക്ക് ഇടവേളക്കാലം. വാർത്തകൾ വിശദമായി. ജൂൺ 1 അധ്യയന പുതുവർഷാരംഭ ദിനത്തിൽ വിദ്യാലയങ്ങൾ തോറും വൈവിധ്യമാർന്ന പരിപാടികളോടെ പ്രവേശനോത്സവം ആഘോഷിച്ചു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടുകളുടെയും അകമ്പടിയോടെയുള്ള വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ജില്ലാതല പ്രവേശനോത്സവത്തിന് ഉദനൂർ സെൻട്രൽ AUP സ്കൂളിൽ തുടക്കമായത്. തുടർന്ന് MP P. കരുണാകരൻ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ ജനകീയ കൂട്ടായ്മയുടെ മേഖലയായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉദനൂർ LP സ്കൂൾ. പുതിയ കാൽവെപ്പോടുകൂടി നമ്മുടെ പിഞ്ചു കുട്ടികളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ മറ്റാളുകൾക്കും സൗജന്യ പാഠകപുസ്തക വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവിയും LSS USS വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം സംസ്ഥാന കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീനും വിദ്യാലയത്തിലെ നവീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് K. വെളുത്തമ്പൂവും LP വിഭാഗം കുട്ടികൾക്ക് ഏർപ്പെടുത്തിയ സൗജന്യ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സുജാതയും 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സൗജന്യ ബാഗ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം P. ജനാർദ്ദനനും കുട്ടികൾക്കുള്ള ID കാർഡ് വിതരണം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും ഫർണിച്ചർ വിതരണത്തിന്റെ ഉദ്ഘാടനം ഉദനൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് KN വാസുദേവൻ നായരും നിർവഹിച്ചു. വാർഷികാഘോഷ CDയുടെ പ്രകാശനം കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ PV കൃഷ്ണകുമാർ കാസർഗോഡ് DPO M. ബാലൻ മാസ്റ്റർക്ക് നൽകി നിർവഹിച്ചു. സ്കൂളിലേക്ക് പുതുതായി സംഭാവന ചെയ്ത പ്രിന്റർ, സ്കാനർ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയുടെ ഉദ്ഘാടനം DEO കാഞ്ഞങ്ങാട് സൗമിനി കല്ലത്തും നിർവഹിച്ചു. ചടങ്ങിൽ P. ജഗദീശൻ, MP. രാജേഷ്, KP. പ്രകാശൻ മാസ്റ്റർ, KP. കൃഷ്ണൻ മാസ്റ്റർ, K. കുഞ്ഞമ്പു, PV. മുഹമ്മദ് അസ്ലം, M. മഹേഷ് കുമാർ, MV. കുഞ്ഞിക്കോരൻ, ദാമു കാര്യത്ത്, P. സുരേഷ് കുമാർ, TV. ലിസി, V. ഹരിദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അക്ഷരമധുരം നുകർന്ന് കാങ്കോൽ വലിയചാൽ LP സ്കൂളിൽ പയ്യന്നൂർ ഉപജില്ലാതല പ്രവേശനോത്സവം. നഗരസഭാ തല പ്രവേശനോത്സവത്തിന് വേദിയായത് കാനായി ALP സ്കൂൾ.
ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന കാങ്കോൽ ALP സ്കൂളിലാണ് പയ്യന്നൂർ ഉപജില്ലാതല പ്രവേശനോത്സവം നടന്നത്. രാവിലെ കാങ്കോൽ നോർത്ത് വായനശാലയ്ക്ക് സമീപത്തു നിന്നും ഘോഷയാത്രയായി നവാഗതരെ വിദ്യാലയത്തിലേക്ക് ആനയിച്ചു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ പ്ലക്കാർഡുകളും ബലൂണുകളുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അണിനിരന്നു. തുടർന്ന് നടന്ന ചടങ്ങ് ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടുള്ള കുട്ടികൾ സ്കൂളുകളിൽ എത്തിച്ചേരുകയാണ്. ഇതിന്റെ എല്ലാ ഭാഗമായിട്ടാണ് പ്രവേശനോത്സവങ്ങൾ വർഷം കഴിയുന്തോറും മെച്ചപ്പെടുകയാണെന്നും നാടിന്റെ തന്നെ ആഘോഷമായി മാറുകയാണെന്നും MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പാഠപുസ്തക വിതരണം AEO P നാരായണൻകുട്ടിയും, സ്കൂൾ കിറ്റ് വിതരണം മൂലച്ചേരി നാരായണനും, യൂണിഫോം വിതരണം BPO AM മുരളീകൃഷ്ണനും നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം EP കരുണാകരൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C ഷീജ, PP ഓമന, ഡയറ്റ് ലെക്ചറർ സാജു തോമസ്, BRC ട്രെയിനർ P സവിത, സംഘാടക സമിതി ചെയർമാൻ K രാജൻ, PTA പ്രസിഡന്റ് N അബ്ദുൾ ഗഫൂർ, സംരക്ഷണ സമിതി കൺവീനർ PV ചന്ദ്രൻ, സ്റ്റാഫ് സെക്രട്ടറി AK പ്രഭാകരൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക M സുധാമണി എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ നഗരസഭാതല പ്രവേശനോത്സവം കാനായി നോർത്ത് UP സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ KK ഗംഗാധരൻ നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M വാസന്തി അധ്യക്ഷയായി. നഗരസഭാ കൗൺസിലർ KV രാഘവൻ, BPO AM മുരളീകൃഷ്ണൻ, കൃഷ്ണൻ കൈപ്രത്ത്, MT രാജേന്ദ്രൻ, M ശാരദ, AV സുഷമ എന്നിവർ സംസാരിച്ചു. ഹക്കീം വധക്കേസ് അന്വേഷണം CBIക്ക് വിടണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 18 ദിനങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ കുറ്റകരമായ നിസ്സംഗത തുടരുകയാണെന്ന് സമരസമിതി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. വരും ദിനങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള ആലോചനയിലാണ് സമരസമിതി. മാസക്കാലമായി പ്രത്യേകിച്ച് 15-ാം തീയതി മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചതിന് ശേഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും കാര്യമായ നീക്കമുണ്ടായി. ഹക്കീമിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അന്വേഷണം CBI ഏറ്റെടുക്കുക എന്നാവശ്യപ്പെട്ട് പയ്യന്നൂരിൽ നടക്കുന്ന നിരാഹാര സത്യാഗ്രഹം 18ാം ദിവസത്തിലേക്ക് നീങ്ങുകയാണ്. നഗരസഭാ അധ്യക്ഷ KV ലളിത 7 ദിവസത്തിന് ശേഷവും അത്തായി ബാലനെ 11 ദിവസത്തിന് ശേഷവും അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് സമരസമിതി അംഗം K രാഘവനാണ് കഴിഞ്ഞ ദിവസം മുതൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. പയ്യന്നൂരിൽ നടക്കുന്ന സമരങ്ങളെ നിസ്സംഗതയോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ബഹുജന പങ്കാളിത്തത്തോടെ വലിയ പ്രക്ഷോഭ പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണെന്നും C കൃഷ്ണൻ MLA പറഞ്ഞു. ജൂൺ 3-ന് നഗരസഭാ പ്രദേശങ്ങളിലെ മുഴുവൻ കലാകായിക സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും മുന്നിൽ ഐക്യദാർഢ്യ ദീപം തെളിയിക്കും. സർക്കാർ നിലപാടിലുള്ള പ്രതിഷേധം അറിയിക്കാൻ ജൂൺ 4-ന് വൈകിട്ട് 6 മണിക്ക് പയ്യന്നൂരിൽ ബഹുജന പ്രകടനം നടത്തും. സമരപ്പന്തലിൽ പൊതുസമ്മേളനം ഉണ്ടാകും. 5-ന് വൈകിട്ട് 6 മണിക്ക് മുഴുവൻ കലാകായിക സംഘങ്ങളുടെയും നേതൃത്വത്തിൽ അഭിവാദ്യ പ്രകടനം നടക്കും. 8-ന് മുനിസിപ്പൽ പ്രദേശത്തെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും ജനങ്ങൾ സ്തംഭിപ്പിക്കും. ഇതിന്റെ പ്രചരണാർത്ഥം 7-ന് വൈകിട്ട് പന്തംകൊളുത്തി പ്രകടനവും ഉണ്ടാകും. സംയുക്ത സമരസമിതിയുടെ സമരത്തെക്കുറിച്ച് കോൺഗ്രസ് നടത്തുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണെന്നും ഇത് ജനങ്ങൾ തന്നെ തിരിച്ചറിയുമെന്നും നേതാക്കൾ പറഞ്ഞു. C കൃഷ്ണൻ MLA, GD നായർ, KV ലളിത, T പുരുഷോത്തമൻ, KV ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഹക്കീമിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അന്വേഷണം CBIക്ക് വിടുക എന്നാവശ്യപ്പെട്ട് നിരാഹാരം തുടരുന്ന K രാഘവന് അഭിവാദ്യമർപ്പിച്ച് DYFI പ്രവർത്തകർ പയ്യന്നൂർ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സെൻട്രൽ ബസാറിൽ നിന്നാരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. തുടർന്ന് സമരപ്പന്തലിൽ നടന്ന യോഗത്തിൽ K വിജീഷ്, AV രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു. CPIM വലിയ പറമ്പ് നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ കാൽനട പ്രചരണ ജാഥയ്ക്ക് വലിയ പറമ്പ് പാലം സൈറ്റിൽ സ്വീകരണം നൽകി.
വലിയ പറമ്പിന്റെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ കൊണ്ടുവന്ന PMGSY റോഡ് പദ്ധതിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് റോഡ് പണി തടസ്സപ്പെടുത്തിയ DCC നേതാവിന്റെ കപടമുഖം തുറന്നുകാട്ടുക കേരള സർക്കാരുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വലിയ പറമ്പ നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. CPIM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി E. കുഞ്ഞിരാമൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം കീശയിൽ കാശുണ്ടാക്കാൻ വേണ്ടി ഗൂഢമായ ശ്രമം നടത്തുന്ന നേതാവാണ് ഈ DCC നേതാവ് എന്ന് പറയുന്നത്. തീർച്ചയായും ഈ പ്രദേശത്തിനകത്ത് ഒരു കരാറുകാരും വരാൻ ഈ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ PMGSY റോഡ് നമുക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ ആരും തന്നെ ഈ റോഡ് എടുക്കാൻ ഇല്ലാത്തൊരവസ്ഥയുണ്ടായി. V. കണ്ണൻ ജാഥ ക്യാപ്റ്റനും VV സജീവൻ ജാഥ മാനേജറുമായുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഉരിയരക്കടവിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് കമ്പല്ലൂർ വാർഡ് കൺവെൻഷൻ കാട്ടിപ്പൊയിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ അധ്യക്ഷനായിരുന്നു. PK ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. അഗസ്റ്റിൻ ജോസഫ്, ജിജി പുതിയ പറമ്പിൽ, തോമസ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്നു. DKDF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K. സുനിൽകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പാലക്കാട് മേഖലയുടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് DKDF എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. അത് വളർന്ന് മന്ദലിച്ച് പാലക്കാട് മാത്രമല്ല, ആലപ്പുഴ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു വലിയ കർഷക സംഘടനയായി, കർഷക തൊഴിലാളി സംഘടനയായി ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷനെ വളർത്തിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പോഷക സംഘടന എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. തൊഴിലാളി യൂണിയൻ എന്ന് പറയുമ്പോൾ തൊഴിലാളി ക്ഷേമവും തൊഴിലാളികളുടെ താല്പര്യങ്ങളും മാത്രം സംരക്ഷിക്കുമ്പോൾ. ചടങ്ങിൽ ജില്ലാ ട്രഷറർ C. രവി അധ്യക്ഷനായി. P. ഗംഗാധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. മുരളി മാസ്റ്റർ, KK രാജേന്ദ്രൻ, KV ഗംഗാധരൻ, PK ഫൈസൽ, P. കുഞ്ഞിക്കണ്ണൻ, കരീച്ചേരി നാരായണൻ, A. വാസുദേവൻ, A. രാമകൃഷ്ണൻ, മയിച്ച ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. കോലത്തു നാട്ടിൽ ഈ ആണ്ടിലെ കളിയാട്ടങ്ങൾ അരങ്ങൊഴിഞ്ഞു. നീലേശ്വരം മന്നംപുറത്തുകാവ് കലശത്തോടെയാണ് ദേവതമാർ തിരുവഴങ്ങൊഴിഞ്ഞത്. വരവിളിയും വാചാലവുമായി ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞാടിയ ദേവതമാർ അണിയറയിലേക്ക് പിന്മടങ്ങി. ഇനി തുലാപ്പിറവി വരെ തെയ്യങ്ങൾക്ക് ഇടവേളക്കാലം. നീലേശ്വരം മന്നംപുറത്തുകാവിലെ കലശോത്സവത്തിന് പരിസമാപ്തിയായതോടെയാണ് കോലത്തു നാട്ടിലെ ഈ വർഷത്തെ കളിയാട്ടക്കാലത്തിന് സമാപനമായത്. 3 ദിവസങ്ങളിലായി നടന്നുവന്ന കലശോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച പുറത്തേ കലശം ദിവസമാണ് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തിയത്. ക്ഷേത്രപാലകൻ, കാളരാത്രി, നടയിൽ ഭഗവതി, കൈക്കോളൻ എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. സന്ധ്യയോടെ തെയ്യങ്ങൾ അരങ്ങിലെത്തി. തിരുമുടി നിവർന്നതോടെ പുരുഷാരത്തിന്റെ ആർപ്പുവിളിയിൽ കലശം 3 തവണ ക്ഷേത്രത്തിന് വലം വെച്ചു. തുടർന്ന് ദേവീദേവന്മാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഉത്തരമലബാറിലെ ഒരു കളിയാട്ടക്കാലത്തിനു കൂടി പരിസമാപ്തിയായി. തിങ്കളാഴ്ച കലശച്ചന്തയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അധ്യയന വർഷാരംഭത്തിൽ നവാഗതരെ വരവേൽക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പ്രവേശനോത്സവ ഗാനത്തിന് ഉദിനൂർ സെൻട്രൽ AUP സ്കൂൾ ഒരുക്കിയ നൃത്താവിഷ്കാരം ശ്രദ്ധേയമായി. കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവത്തിന്റെ ഭാഗമായാണ് ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്താവിഷ്കാരവുമായി അരങ്ങിലെത്തിയത്. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ആലപിച്ച് സ്കൂൾ പ്രവേശനോത്സവത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും അവതരിപ്പിക്കുന്ന ഗാനത്തിനാണ് ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്താവിഷ്കാരം ഒരുക്കിയത്. കാസർഗോഡ് ജില്ലാ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിലെ 24 കുട്ടികളാണ് അക്ഷരപുലരി എന്ന പേരിൽ സംസ്ഥാന പ്രവേശനോത്സവ ഗാനത്തിന് ദൃശ്യവിസ്മയമൊരുക്കിയത്. പൂജാ ബാലകൃഷ്ണൻ, അധ്യാപികമാരായ CM ബിന്ദു, സജ്ജനി എന്നിവർ കുട്ടികൾക്ക് പരിശീലനം നൽകി. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന് TV രാജേഷ് MLA വികസന ഫണ്ടിൽ നിന്നും LCD പ്രൊജക്ടർ നൽകി. പരിപാടിയുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. മനുഷ്യർക്ക് സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, സ്വാതന്ത്ര്യത്തോടെ
ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി ഈ കേരളത്തെ മാറ്റിയത്. ചോരയിനിയുന്ന ഒരുപാട് ചരിത്രം ഈ കേരളത്തിൽ. കേരളത്തിൽ നടന്നിട്ടുള്ള പോരാട്ടങ്ങളാണ് ഇന്ന് കേരളത്തെ ഇന്ത്യക്ക് മാതൃകയായി മനുഷ്യർക്ക് സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ കഴിയുന്ന നാടാക്കി മാറ്റിയതെന്ന് ടി.വി. രാജേഷ് MLA പറഞ്ഞു. കെ. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. പി. ഗോവിന്ദൻ, സിനിമാ നടൻ റിനേഷ്, CV കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വസന്തത്തിന്റെ കനൽ വഴികൾ ചലച്ചിത്ര പ്രദർശനവും നടന്നു. കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ അനുദിനം പാപ്പരായിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യാപാരി വ്യവസായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പുത്തലത്ത് ജയരാജൻ. മാട്ടൂരിൽ വ്യാപാരി വ്യവസായി സമിതി സംഘടിപ്പിച്ച കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടൻ കുത്തകളും വിദേശ കുത്തകളുമായിട്ട് ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു. എന്താണ് മാട്ടൂർ അവസ്ഥ? തളിപ്പറമ്പിൽ ഈ രണ്ട് ഷാപ്പുകൾ അവിടെ വന്നപ്പോ അതിന്റെ ചുറ്റുവട്ടത്ത് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്ന കച്ചവടക്കാർക്ക് സാധാരണ കൂലിക്കാരൻ തകർന്നു. വ്യാപാര മേഖലയിലെ കുത്തകവൽക്കരണം സാധാരണ ചെറുകിട വ്യവസായത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനം പോലും ചെറുകിട കച്ചവടക്കാർക്ക് ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാട്ടൂൽ കാവിലെപ്പറമ്പിൽ ദേവിവിലാസം സ്കൂളിൽ നടന്ന കൺവെൻഷനിൽ സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സി. മധു, കെ. സജീവൻ, ഇ. സജീവൻ, എം. രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1991 ബാച്ച് കരിവള്ളൂർ സമരനായകൻ AV കുഞ്ഞമ്പുവിന്റെ അർദ്ധകായ ശില്പം വിദ്യാലയത്തിന് സമർപ്പിച്ചു. AV ശില്പത്തിന്റെ അനാച്ഛാദനം തൃക്കരിപ്പൂർ MLA കെ. കുഞ്ഞിരാമൻ നിർവഹിച്ചു. സമൂഹത്തിന്റെ നാനാ മേഖലകളിലും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മറ്റു സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കരിവള്ളൂരിന്റെ മണ്ണിനെയും മനസ്സിനെയും വിമോചനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ AV കുഞ്ഞമ്പുവിന്റെ ശില്പം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അനാവരണം ചെയ്തു. പ്രശസ്ത ചിത്രകാരനായ AV പ്രഭാകരൻ മാസ്റ്ററാണ് ശില്പി. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ. നാരായണൻ ശില്പിയെ ആദരിച്ചു. ചടങ്ങിൽ EP തമ്പാൻ മാസ്റ്റർ അധ്യക്ഷനായി. P. കുഞ്ഞികൃഷ്ണൻ, KR നിർമ്മല ടീച്ചർ, അജന ടീച്ചർ, V. മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ അംബേദ്കർ അനുസ്മരണവും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. രാജഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സർവകലാശാലയുടെ പഠനത്തോടുകൂടിയ പഠനത്തെ തുടർന്നാണ് പിന്നീട് നല്ല രീതിയിലുള്ള വ്യക്തിത്വ വികാസത്തിലേക്കും ലോകകാര്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയവും സാഹിത്യവും എല്ലാ തലങ്ങളിലും തന്റെ കഴിവ് വികസിപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പുതിയ വാതിൽ തുറക്കപ്പെടുകയായിരുന്നു. ഡോക്ടർ BR അംബേദ്കറുടെ 124ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന അനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് കൊടക്കാട് ഓലാട്ട് കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പട്ടികജാതി വിദ്യാർത്ഥികളെയും കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം നേടിയ കുഞ്ഞിരാമൻ വൈദ്യരെയും തദവസരത്തിൽ അനുമോദിച്ചു. ചടങ്ങിൽ M. ഗംഗാധരൻ അധ്യക്ഷനായി. PKS സംസ്ഥാന കമ്മിറ്റി അംഗം P. ശ്യാമള ഉപഹാര വിതരണം നടത്തി. T. കുഞ്ഞികൃഷ്ണൻ, കോട്ടറ വാസുദേവ്, CV. നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. SSLC+2 ഉന്നത വിജയികളായ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാരുടെ മക്കളെ ജനമൈത്രി പോലീസ് ഉപഹാരം നൽകി അനുമോദിച്ചു. അനുമോദന യോഗം പയ്യന്നൂർ SI EK ഷിജു ഉദ്ഘാടനം ചെയ്തു. അവർക്കൊരു മികച്ച വിജയം നൽകുന്നതിന് കാരണമായി തീർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരത്തോട് എനിക്ക് വളരെ അവനവൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് തീരുമാനം വരുന്നോ അതിനനുസരിച്ച് മുന്നോട്ട് പോകുക. ആരതി ബാബു, അശ്വതി, അനുശ്രീ, ജ്യോതിർമയി, ഹാരിഷ എന്നിവരെയാണ് ജനമൈത്രി പോലീസ് അനുമോദിച്ചത്. ചടങ്ങിൽ രവിമാഷ് അധ്യക്ഷനായിരുന്നു. SIമാരായ ബാലകൃഷ്ണൻ, ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു. വ്യാപാരി വ്യവസായി സമിതി കരിവള്ളൂർ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ഓണക്കുന്ന് ധന്യ ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗം ജില്ലാ സെക്രട്ടറി AP തിലകൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ രീതിയിൽ മറ്റേത് സംഘടനയേക്കാൾ വെല്ലുന്ന തരത്തിൽ വളരെ കൃത്യമായി വാർഷിക ജനറൽ ബോഡികൾ കൂടുകയും 2 വർഷം കൂടുമ്പോൾ വാർഷിക ജനറൽ ബോഡിയിൽ ആ വർഷത്തെ വരവുകളും റിപ്പോർട്ട് അവതരിപ്പിച്ച് ഈ മേഖലയിലേക്ക് പുതിയ തലമുറ കടന്നുവരുന്നില്ല എന്ന് യോഗം ആശങ്ക പ്രകടിപ്പിച്ചു. ചടങ്ങിൽ EK നമ്പ്യാർ അധ്യക്ഷനായി.
AV മാധവൻ, സുരേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓണക്കുന്നിലും കരിവെള്ളൂരിലും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യമൊരുക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. EK നമ്പ്യാർ പ്രസിഡന്റും AV മാധവൻ സെക്രട്ടറിയും സുരേഷ് കുമാർ ട്രഷററുമായി 14-അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. പയ്യന്നൂർ നഗരസഭ 38-ാം വാർഡിൽ റോഡുകൾ നന്നാക്കുന്നതിൽ പയ്യന്നൂർ നഗരസഭ അധികൃതർ വിമുഖത കാണിക്കുന്നുവെന്നാരോപിച്ച് വാർഡ് വയൽസഭ പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തി. AP നാരായണൻ നേതൃത്വം നൽകി. കരിവള്ളൂർ ഓണക്കുന്നിൽ വാഹനാപകടം. കാർ തട്ടി കാൽനടയാത്രക്കാരന് പരിക്കേറ്റു. പയ്യന്നൂരിൽ നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന മാരുതി സുസുക്കി കാർ റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന ആളെ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ കുണിയൻ തോട്ടിച്ചാലിലെ രവിയെ പരിക്കുകളോടെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈക്കത്ത് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. അജിത ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി പാലിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചും ക്ലാസുകൾ നടന്നു. വൈക്കത്ത് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് PP നാരായണൻ അധ്യക്ഷനായി. M. സുമതി, വനീഷ് MB, P. കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. നീലേശ്വരം ബ്ലോക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ PV മനോജ് കുമാർ ക്ലാസിന് നേതൃത്വം നൽകി. ചടങ്ങിൽ സദാനന്ദൻ പരങ്ങേടൻ സ്വാഗതം പറഞ്ഞു. കർഷക സംഘം പെരളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കപ്പ വിളവെടുപ്പ് മഹോത്സവം സംഘടിപ്പിച്ചു. കർഷക സംഘം പെരളം വില്ലേജ് പ്രസിഡന്റ് T. നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 1/2 ഏക്കർ സ്ഥലത്താണ് കപ്പ കൃഷി ചെയ്തത്. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു കൃഷി. ആവശ്യക്കാർക്ക് മിതമായ നിരക്കിൽ കപ്പ എത്തിക്കുക എന്നതാണ് കർഷക സംഘം പെരളം സൗത്ത് വില്ലേജിന്റെ ലക്ഷ്യം. കാർഷിക മേഖല മുന്നേറിയാൽ മാത്രമേ കേരളീയർക്ക് രക്ഷയുള്ളൂവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ T. നാരായണൻ അഭിപ്രായപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP ദാമോദരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P. ജനാർദ്ദനൻ, C. ബാലകൃഷ്ണൻ, M. രാഘവൻ, P. ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി ആളുകൾ കപ്പ വാങ്ങുവാനായി വിളവെടുപ്പ് സ്ഥലത്തെത്തിച്ചേർന്നിരുന്നു. പാടിയോട്ടുചാൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂൺ 9-ന് പയ്യന്നൂർ പൊതുമരാമത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നഗരത്തിലെ പാതി വഴിയിൽ നിലച്ച ഓവുചാലുകളും തകർന്ന റോഡുകളും ദുരിതം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു. പാടിച്ചാൽ ടൗണിലെ ഓവുചാൽ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക, ചെറുപുഴ പയ്യന്നൂർ റോഡ് മെക്കാഡം ടാറിംഗ് നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതി ജൂൺ 9-ന് പയ്യന്നൂർ പൊതുമരാമത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തുന്നത്. പാടിച്ചാൽ ടൗണിലെ ഓവുചാൽ നിർമ്മാണം പാതിവഴിയിലായതുമൂലം മഴവെള്ളം കടകളിലേക്ക് വരെ കയറുന്ന ദുസ്ഥിതിയുണ്ട്. നൂറുകണക്കിന് വലുതും ചെറുതുമായ വാഹനങ്ങൾ സർവീസ് നടത്തുന്ന ചെറുപുഴ പയ്യന്നൂർ റോഡ് അതീവ ശോച്യാവസ്ഥയിലാണ്. ഇത് ഗതാഗത പ്രശ്നങ്ങൾക്ക് മാത്രമല്ല അപകടങ്ങൾക്കും കാരണമാകുന്ന പശ്ചാത്തലത്തിലാണ് മെക്കാഡം ടാറിംഗ് നടത്തണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. ജൂൺ 9-ന് വ്യാപാരികൾ കടകളടച്ച് മാർച്ചുമായി സഹകരിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. K. ശ്രീധരൻ, ലക്ഷ്മണൻ, K. രാജൻ, സുധീർ ബാബു, V. രവി, ഇബ്രാഹിംകുട്ടി, PP രാമചന്ദ്രൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. പയ്യന്നൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീരദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ കൌൺസിലർ KK ഫൽഗുനൻ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. രണ്ട് പശുക്കിടാക്കളെ ഉണ്ടെങ്കിൽ പിന്നെ ആ കാര്യം ചിന്തിക്കപ്പെടും. എവിടെയാണ് നമുക്ക് ഈ പ്രയാസം ഇത്തരത്തിലുള്ള വികലമായ ചിന്തകൾ ആരംഭിച്ചത് എന്നും നമുക്ക് അറിയിക്കുന്നത്. T. നാരായണൻ നായർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അബ്ദുൾ ഹക്കീം, K. ജയരാജ്, പള്ളിത്തറ രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ വിഷയങ്ങളെ അധികരിച്ച് സഹേഷ് ക്ലാസ് എടുത്തു. പാടശേഖരത്തു നിന്ന് മദ്യക്കുപ്പികൾ നീക്കം ചെയ്ത് ക്ലബ്ബ് പ്രവർത്തകർ മാതൃകയായി. കുഞ്ഞുമംഗലം തെക്കുംപാട് ഫാർമേഴ്സ് ക്ലബ്ബ് പ്രവർത്തകരാണ് തെക്കേവയൽ പാടശേഖരത്തെ മദ്യക്കുപ്പികൾ നീക്കം ചെയ്തത്. രാത്രികാലങ്ങളിൽ പാടത്തിന് സമീപത്തു നിന്നും പാടശേഖരത്തിലേക്ക് അലക്ഷ്യമായി വലിച്ചെറിയുന്ന മദ്യക്കുപ്പികളാണ് ക്ലബ്ബ് പ്രവർത്തകർ നീക്കം ചെയ്തത്. പാടത്തിൽ അങ്ങിങ്ങായി ചിതറിക്കിടന്ന കുപ്പികൾ കൃഷിപ്പണിക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നു. നിലം മുഴുതുമ്പോൾ ട്രില്ലറും തകരാറ് സംഭവിച്ച് പരാതികൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്ത് മാതൃകയായത്. മണിക്കൂറുകളോളം നീണ്ട ശുചീകരണ പ്രവർത്തനത്തിൽ നിരവധി പേർ പങ്കാളികളായി.
CPM ഓണക്കുന്ന് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഓണക്കുന്ന് കുണിയൻ റോഡും പരിസരവും കിഴക്കേ പാലത്തറ റോഡോരവും ശുചീകരിച്ചു. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി തമ്പാൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇനി മാറ്റൊലി. മലയാളി രക്ഷിതാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അതിരുകടന്ന ഇംഗ്ലീഷ് മീഡിയ വിദ്യാഭ്യാസ സംരംഭം സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് കരുതുന്നുണ്ടോ? ജനങ്ങളുടെ റിപ്പോർട്ടിലേക്ക്. സർക്കാർ ഉടൻ തന്നെ പാഠപുസ്തകങ്ങൾ സ്കൂളിലെത്തിക്കുകയും അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനാവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുകയും ചെയ്താലേ ഇതിൻ്റെ പരിഹാരമാവുകയുള്ളൂ. ആഗോള ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം ഒട്ടും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്കും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകേണ്ടതാണ്. അതോടൊപ്പം പാഠപുസ്തകങ്ങളും കൃത്യമായി എത്രയും പെട്ടെന്ന് സ്കൂളിൽ എത്തിക്കുകയും ചെയ്യേണ്ടതാണ്. പൊതുവിദ്യാഭ്യാസം തച്ച് സാധാരണക്കാരായ ആളുകൾക്ക് വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നിടത്തേക്കാണ് ഈ ഇംഗ്ലീഷ് മീഡിയം കൊണ്ട് ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. കേരളത്തിന് ഒരു മഹിമയുണ്ട്, പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇതിന് മുമ്പ് ഭരിച്ച ഗവൺമെൻറ്റുകളുടെ നയത്തിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും സൗജന്യവും ആയിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുകയാണ്. ആ സൗജന്യവും സുതാര്യവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം പാടെ തകർക്കുന്ന ഒരു സമീപനമാണ് ഇംഗ്ലീഷ് മീഡിയം കൊണ്ട് മുക്കിലുണ്ടാകുന്നതിനെ കൊണ്ടുണ്ടാകുന്നത്. അത് നമ്മുടെ നാട്ടിൻ്റെ ഭാവിക്ക് തന്നെ അപകടമാകും എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. സ്കൂളുകൾ കുട്ടികൾ വളരെ കുറവാണ്. ആ സമയത്ത് അധ്യാപകരെയും ബാധിക്കുന്നു. ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പൊതുവിദ്യാലയങ്ങളിലാണെങ്കിൽ കുട്ടികൾ പരസ്പരം അറിയുകയും അവർ കളിച്ചിരിച്ച് നല്ലൊരു നിലവാരത്തിലെത്തുന്ന കുട്ടികളുണ്ടാകുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ കുട്ടികൾ ഒരു പ്രത്യേക സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് അവരുടേതായ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും പൊതുവിദ്യാലയത്തിൽ കുട്ടികൾ കൂടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നത്തെ സർക്കാരിൻ്റെ തെറ്റായ നയം മൂലം സ്വകാര്യ സ്കൂളുകൾക്ക് കൂടുതലായി അംഗീകാരം കൊടുക്കുകയാണ്. അതൊരിക്കലും അനുവദിക്കാൻ പറ്റാത്തതാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ തള്ളിക്കയറ്റം നമ്മളെ പലതരത്തിലും നമ്മളെ ഈ സമൂഹത്തിന് ആകെ അവതാളത്തിലാക്കുന്ന ഒരു സ്ഥിതിയിലേക്കല്ലേ. പിന്നെ സിലബസ് മാറി ഇതിൻ്റെ പേരിൽ പാഠപുസ്തകങ്ങൾ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല, വിതരണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ഇതെല്ലാം ഈ മേഖലയിലേക്ക് തന്നെ ഇതിൻ്റെ തള്ളിക്കയറ്റം കൂടുതൽ വരിക. ഇനി പൊതുവിദ്യാഭ്യാസത്തിനാകെ തകർത്ത് തരിപ്പണാക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ. രാവിലെ വന്നാടും കുട്ടികളെ വണ്ടി വീടിൻ്റെ പടിവാതിക്കൽ വണ്ടി എത്തിയില്ലേ, ആർന്ന് പിടിച്ചു കൊണ്ടുപോയില്ലേ. പ്രതികരിക്കുന്നവരെ കുട്ടികളെ പോലും അത് പ്രസംഗ ശൈലി പ്രവർത്തനം വേറെ, അതായത് പ്രവർത്തനം വേറെ വർത്തമാനം വേറെ. അവരെ കുട്ടികൾ വരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ എങ്ങനെ നമ്മളെ ഇതുപോലെയുള്ള മറ്റു സ്കൂൾ സർക്കാർ സ്കൂളെല്ലാം അടച്ചുപൂട്ടുന്ന എത്തിയിരിക്കുകയാണ്. അതെല്ലാം പ്രതികരിക്കാനല്ലാണ്ട് ഒരു കാര്യമില്ല. കാരണം പ്രതികരിക്കുന്ന ആൾക്കാർ, അതായത് പൊതുരംഗത്ത് ഇറങ്ങുന്നവരെ കുട്ടികൾ അവരെ മക്കളെ ശരിക്കും വൃത്തിയിൽ പഠിപ്പിക്കണം. മറ്റുള്ള കുട്ടികളെ എങ്ങനെയായാലും പ്രശ്നമില്ല, അവരെ പറയാനല്ലാണ്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുന്ന വക്കിലെത്തിയിട്ടല്ലേ, അത് ഉറപ്പാണ്, തീർച്ചയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധ്യയന പുതുവർഷാരംഭ ദിനത്തിൽ വിദ്യാലയങ്ങൾ തോറും വൈവിധ്യമാർന്ന പരിപാടികളോടെ പ്രവേശനോത്സവ ചടങ്ങുകൾ. കാസർഗോഡ് ജില്ലാതല പ്രവേശനോത്സവത്തിന് വേദിയായത് ഉദനൂർ സെൻട്രൽ AUP സ്കൂൾ. പയ്യന്നൂർ ഉപജില്ലാതല പ്രവേശനോത്സവം കാങ്കോൽ ALPയിൽ. ഹക്കീം വധക്കേസ് അന്വേഷണം. പയ്യന്നൂരിൽ സംയുക്ത സമരസമിതിയുടെ അനിശ്ചിതകാല നിരാഹാര സമരം 18 നാൾ പിന്നിട്ടിട്ടും സർക്കാർ കുറ്റകരമായ നിസ്സംഗതയിൽ. വരും ദിനങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനുള്ള ആലോചനയുമായി സമരസമിതി. CPIM വലിയപറമ്പ് സൗത്ത് നോർത്ത് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ കാൽനട പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ അനുദിനം പാപ്പരായിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യാപാരി വ്യവസായി സംസ്ഥാന വൈസ് പ്രസിഡന്റ്
പുത്തലത്ത് ജയരാജൻ. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ പ്രിയദർശിനി മന്ദിരത്തിൽ DKDF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോലത്തുനാട്ടിൽ ഈ ആണ്ടിലെ കളിയാട്ടങ്ങൾ അരങ്ങൊഴിഞ്ഞു. വരവിളിയും വാചാലവുമായി ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞാടിയ ദേവതമാർ അണിയറയിലേക്ക് പിന്മടങ്ങി. ഇനി തുലാപ്പിറവി വരെ തെയ്യങ്ങൾക്ക് ഇടവേളക്കാലം. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.